നല്ലൊരു മൈതാനത്തില് ഒരുപാട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അമ്മമാർ അവിടെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കളി കാണുന്നുണ്ട്. പെട്ടെന്ന് ഒരു കുട്ടി വീണ് അവന്റെ കാല് പൊട്ടി ചോര ഒലിച്ചു. ഉടനെ തന്നെ അവന്റെ അമ്മ ഓടി വന്ന് ഒരു വടിയെടുത്ത് അവന് 2 അടി കൊടുത്തു. കണ്ടു നിന്ന കുട്ടികളും ഷോക്കായി, അവനും ആകെ പേടിച്ചു പോയി. കാല് പൊട്ടി ചോര ഒലിക്കുന്നതിന്റെ വേദനയേക്കാൾ കൂടുതൽ അവന് അമ്മ വന്ന് അവനെ അടിച്ച വേദനയായി. പിന്നീട് അവൻ അതുകൊണ്ടാണ് കരഞ്ഞു തുടങ്ങിയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മമാരിങ്ങനെ സൈക്കോ ആയി മാറി കുട്ടികളെ അടിക്കാൻ തുടങ്ങുന്നത്? ഏത് സമയത്തും എവിടെ ഒബ്സർവ് ചെയ്താലും ഏത് കുട്ടി വീണാലും ആദ്യം വന്ന് അവരെ എടുത്ത് 2 അടിയും കൂടി കൊടുത്ത് ഒന്നും കൂടി വേദനിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവര് ആശ്വസിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകില് അമ്മമാരുടെ ഫിയർ എന്ന് പറയുന്നതാണ് ആങ്കറായിട്ട് കൺവേർട്ടായിട്ട് മാറുന്നത്. കുട്ടി വീണ് അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഭർത്താവ് തന്നെ ചീത്ത പറയുമോ, മറ്റുള്ളവർ തന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ഫിയർ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനുള്ളിൽ തന്നെ അമ്മമാർക്ക് വരികയും അതിൻ്റെ റിയാക്ഷനായിട്ട് കുട്ടിയുടെ അടുത്ത് ദേഷ്യത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിന് നമ്മൾ നല്ല രീതിയിലുള്ള പാരന്റിങ് ആണ് അവിടെ പഠിക്കേണ്ടത്. കൃത്യമായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ കുട്ടിയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ അവനെ അവിടെ സപ്പോർട്ട് ചെയ്യണം, ഇത്തരത്തിലുള്ള പാരന്റിങ് ശീലിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വീഴുമ്പോഴാണെങ്കിലും കുട്ടിക്ക് അമ്മയുടെ അടുത്ത് വന്ന് കൺവേ ചെയ്യുവാനും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അല്ലാത്ത പക്ഷം അവൻ അവിടെ അറിയാതെ പഠിച്ചു വെക്കും, എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്മ എന്നെ വീണ്ടും അടിക്കുകയുള്ളൂ, ശകാരിക്കുകയേ ഉള്ളൂ എന്ന്.